അങ്ങേയറ്റം സംഘർഷഭരിതമായ സാഹചര്യത്തിൽ നിൽക്കുന്നു പശ്ചിമേഷ്യ. ഇറാൻ ഇസ്രായേൽ യുദ്ധം ഏതാണ്ട് പൂർണ്ണകായ യുദ്ധത്തിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന മണിക്കൂറുകളാണ്. ഇറാൻ സിൻജാൻ പ്രവിശ്യ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇസ്രായേലിന്റെ രൂക്ഷമായ വ്യോമാക്രമണം നടക്കുന്നുണ്ട്. ആയത്തുള്ള അലി ഖമനിയുടെ ആ വ്യോമാക്രമണത്തെ അതിജീവിച്ചുകൊണ്ട് ആയത്തുള്ള അലി ഖമനിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ലക്ഷക്കണക്കിനായ ഇറാനുകൾ തെരുവിൽ നിറയുന്നു. ഇസ്രായേൽ ടെല്ലവീവിൽ പല സ്ഥലങ്ങളിലും ഇറാൻ മിസൈൽ, ഈ കാണുന്ന ദൃശ്യങ്ങൾ ഇസ്രായേൽ ദൃശ്യങ്ങളാണ്. അവിടെ ടെല്ലവീവിൽ പല സ്ഥലങ്ങളും ജനവാസ മേഖലയിൽ തന്നെയാണ് കൂടുതലും. ജനവാസ മേഖലയിലേക്ക് ഇറാന്റെ മിസൈലുകൾ പതിക്കുന്നുണ്ട്. അവിടെ വലിയ നാശനഷ്ടവും ഉറപ്പായും ആൾനാശവും ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അവിടെ സ്കൂളുകളില്ല, തെരുവുകൾ വിജനമാണ്. ജനങ്ങൾ ബങ്കറിനുള്ളിൽ പുറത്തേക്ക് ഇറങ്ങുന്ന കർശനമായ നിർദ്ദേശം ഇസ്രായേൽ നൽകിയിട്ടുമുണ്ട്. പക്ഷേ ഇറാന്റെ മിസൈൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അതിനിടയിലാണ് IRGS ഇറാന്റെ വിപ്ലവ സേനയുടെ 6ാമത്തെ പ്രഖ്യാപനം ഇപ്പോൾ വരുന്നത്. പുതിയ പ്രഖ്യാപനങ്ങൾ വരുന്നു. ഏറ്റവും ഒടുവിൽ വരുന്ന പ്രഖ്യാപനം അമേരിക്കയുടെ എയർബേസുകൾ വീണ്ടും ആക്രമിക്കും എന്നുള്ളതാണ്. ഇറാൻ ഈ സൈമിൾട്ടേനിയസ്ലി സ്ട്രൈക്കിംഗ് ദ സയനിസ്റ്റ് എൻറ്റിറ്റി ബഹ്റൈൻ, ഖത്തർ, ദുബായ് അറ്റ് ദ സെയിം ടൈം എന്ന IRGSന്റെ ഒരു ഒഫീഷ്യൽ പ്രതികരണം ഇപ്പോൾ വരുന്നുണ്ട്. അവിടുത്തെ എയർബേസുകൾ ഒരേ സമയം ആക്രമിക്കും. 27 എയർബേസുകൾ വീണ്ടും ആക്രമിക്കും എന്നുള്ളതാണ് ഇറാൻ വിപ്ലവസേന നൽകുന്ന മുന്നറിയിപ്പ്. ദിലീപ് കുമാർ കൂടി ചെയ്യുന്നു. ദിലീപ്, നമുക്കറിയാം ഏതെങ്കിലും തരത്തിൽ ഐക്യരാഷ്ട്ര സെക്യൂരിറ്റി കൗൺസിലൊന്നും ഒരു യുദ്ധത്തെ തടഞ്ഞു നിർത്താൻ, സമാധാനം പുനഃസ്ഥാപിക്കാൻ ഒരു കഴിവുമില്ലാത്ത സംവിധാനമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആകെ പറഞ്ഞത് റഷ്യ മാത്രമാണ് ഇന്നലെയുള്ള ഒരു ശക്തമായ പ്രതികരണം. ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധം അതിനൊരു അവസാനത്തിലേക്ക് എത്തിക്കാനുള്ള ചർച്ചകൾ പോലും തുടങ്ങുന്നില്ല എന്ന് പറയുന്നത് സങ്കടകരമാണ്. ദിലീപ്. ഹാഷ്മി, നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി തന്നെ ഐക്യരാഷ്ട്ര സംഘടന എന്നത് പല വിഷയങ്ങളിലും നോക്കുകുത്തിയായി മാറുന്ന കാഴ്ചയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. പല വിഷയങ്ങളിലും UN പൊതുസഭയായാലും സുരക്ഷാ കൗൺസിലായാലും ഒക്കെ പ്രമേയം പാസ്സാക്കുക എന്നതിനപ്പുറത്തേക്ക് വളരെ കാര്യമായി ഒന്നും സംഭവിക്കാത്ത സ്ഥിതിഗതികളുണ്ട്. UN ഇടപെട്ടാൽ പോലും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഇന്നലെ അടിയന്തര രക്ഷാസമിതി ചേർന്നപ്പോൾ ആ യോഗത്തിൽ വളരെ ശക്തമായി തന്നെ ഈ ഒരു ഇറാനിൽ നടത്തിയ ആക്രമണത്തെ ശക്തമായി വിമർശിച്ചിരുന്നു. ഇത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല ഇറാൻ നടത്തിയ പ്രത്യാക്രമണത്തെയും ഗുട്ടറസ് അപലപിക്കുകയും ചെയ്തു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലൊരു UN ഇടപെടൽ കൊണ്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. അക്കാര്യത്തിലൊക്കെ വൻ ശക്തികളുടെ സ്വാധീനം പലപ്പോഴും പല വിഷയങ്ങളിലും പ്രകടമാകുന്നു എന്നതിനും ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്ന പരിഹാരം ഇപ്പോഴുള്ളത് എങ്ങനെ ഇത് പരിഹരിക്കാം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു ഉത്തരം നൽകാൻ കഴിയില്ല. നേരത്തെ തന്നെ റഷ്യ-യുക്രൈൻ യുദ്ധത്തിൻ്റെ അവസ്ഥ അറിയാം, അതിപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഹാഷ്മി, ഇക്കാര്യത്തിലൊക്കെ അമേരിക്കയും ഇസ്രായേലും ഒക്കെ വളരെ നേരത്തെ മുതൽ തന്നെ, അതായത് ഒരു ഭാഗത്ത് സമാധാന ചർച്ച എന്ന് പറഞ്ഞാൽ ആണവ നിർവ്യാപന കരാറുമായി ബന്ധപ്പെട്ട ആ ചർച്ച, അത് ഇറാനുമായി അമേരിക്ക നടത്തുമ്പോൾ തന്നെ മറുവശത്തവർ ഈ ഒരു യുദ്ധത്തിനോ അല്ലെങ്കിൽ അവിടെ ഇറാനിൽ കയറിയുള്ള വലിയൊരു ആക്രമണത്തിനോ അതിനുള്ള സന്നാഹമൊരുക്കലായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അവിടെയൊക്കെ ആ മേഖലയിലേക്ക് അമേരിക്കയുടെ സമീപ സ്ഥലങ്ങളിൽ നിന്നുള്ള സൈനിക കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിന്യാസം നടത്തുന്നു, കപ്പൽപ്പടയെ അയക്കുന്നു. ആ നിലയിൽ അമേരിക്ക അതിനുവേണ്ട ഒരുക്കങ്ങൾ നടത്തി. എന്തിനേറെ പറയുന്നു, അടുത്തിടെ ഈ വെനിസ്വേലയിൽ നിക്കോളാസ് മഡുറോയെ പിടിച്ചുകൊണ്ട് വന്നതുപോലും ഇതുമായി ബന്ധപ്പെട്ടാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. കാരണം ആഗോളതലത്തിൽ എണ്ണയുടെ വിപണി ഒരുപക്ഷെ ഇറാൻ ആക്രമണത്തെ തുടർന്ന് ഉയർന്നേക്കാം, അല്ലെങ്കിൽ ഒരു വലിയ പ്രതിസന്ധി ആഗോളതലത്തിൽ ഈ അസംസ്കൃത എണ്ണയുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു വരാനുള്ള സാധ്യത അത് നേരത്തെ തന്നെ അമേരിക്ക കണക്കുകൂട്ടിയേക്കാം. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വെനിസ്വേലയെ അവിടുത്തെ അധികാരം അമേരിക്ക പിടിച്ചെടുക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഇറാനെ ആക്രമിക്കുന്നത് വഴി ഒരു പ്രതിസന്ധി ഉണ്ടായാൽ പരമാധികാരത്തെ കടന്നു കയറി അവിടുത്തെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഭാര്യയെ ഒരു ഹെലികോപ്റ്ററിൽ തട്ടിക്കൊണ്ടുപോയിട്ട് ഇപ്പോൾ 60 ദിവസമായി. ഏതെങ്കിലും തരത്തിൽ ഐക്യരാഷ്ട്രസഭയോ ഏതെങ്കിലും രാഷ്ട്രങ്ങൾക്കോ ഒന്നും മിണ്ടാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. അതിന് പിന്നാലെയാണ് ഇറാന്റെ പരമോന്നത ആയത്തുള്ള അലി ഖമനെ കൂടെ അമേരിക്ക കൊല്ലുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.